ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് 4 മണിക്ക് മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കിയത്. 4 മണിക്ക് ഇങ്ങനെ എന്ത് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കൊക്കെ പോയി വാങ്ങിക്കുന്ന കടയൊക്കെ ക്ലോസാണ് ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാനങ്ങ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് 4 മുട്ടയെടുത്ത് അങ്ങോട്ട് പുഴുങ്ങാനിട്ടും വെച്ചിട്ട് പിന്നെ അതിനുള്ളത് ഗ്രേവി എടുക്കുവാണേ. കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും പിന്നെ നമ്മുടെ കാശ്മീരി മുളകില്ലേ അതങ്ങോട്ടൊരു സ്വല്പം ഇട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടി, ഉപ്പ്. നമ്മുടെ കയ്യിൽ കട്ട കായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് കട്ട കായം ലയിപ്പിച്ചെടുക്കാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ ഇത് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഒരു കുറേശ്ശെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് വേണം അങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. അല്ല ഒറ്റയടിക്ക് അങ്ങോട്ട് വെള്ളം എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ലൂസായി പോകും. അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ബജ്ജി ശരിയാവില്ല. എന്നാൽ തീരെ കട്ടി ഇരിക്കുകയും ചെയ്തു ഒരു മീഡിയം ടൈപ്പിൽ ഈ ഒരു പരുവത്തിൽ അങ്ങനെ അങ്ങോട്ട് ആക്കിയെടുക്കണം. അങ്ങനെല്ലാം ആക്കിയെടുത്ത് കഴിഞ്ഞിട്ട് പുഴുങ്ങിയ മുട്ട നമ്മൾ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതിനെ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കണം. അതിൻ്റെ 2 വെള്ളയ്ക്കകത്തും അതിൻ്റെ മഞ്ഞ വരണം. കാരണം ആ ഒരു പരുവത്തിൽ ശ്രദ്ധിച്ച് വേണം കേട്ടോ മുറിക്കാനായിട്ട്. പക്ഷേ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പൊളിക്കുന്ന ടൈമിലൊക്കെ ചിലപ്പോൾ വൈറ്റൊക്കെ ഇങ്ങനെ തോടിൽ ഇടയ്ക്കൊക്കെ പറ്റി പോകാറുണ്ട്. ചില മുട്ടയ്ക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുമോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ഇട്ടേക്കണേ. അപ്പോൾ അതെല്ലാം അങ്ങനെ മുറിച്ച് 2 ഒക്കെ എടുത്ത് 4 മുട്ട നമുക്ക് 8 ബജ്ജി ഒക്കെ ആക്കിയിട്ട് ഞാൻ ഈ കുഴച്ച മാവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡിലേക്കും ഗ്രേവിയൊക്കെ ഒന്ന് പൊത്തി കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വരുന്ന എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച സമയത്തേക്ക് അതിനെ അങ്ങോട്ട് ഓരോന്നായിട്ട് അങ്ങ് പെറുക്കിയിട്ട് കൊടുത്ത്. അപ്പോൾ 4 എണ്ണം ഒന്നിച്ചിട്ട് അങ്ങനെ ഞാൻ അങ്ങ് മൂപ്പിച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കണേ. മൂപ്പിച്ചെടുത്തിട്ട് വേണം ഇത് നമുക്ക് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഗൈസ്, എൻ്റെ കയ്യിൽ ചമ്മന്തി ഇല്ലായിരുന്നു, ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് സാധാ മുട്ട ബജ്ജി മാത്രം ഞാനങ്ങ് കഴിക്കുമായിരുന്നു. അപ്പോൾ കടയിൽ ഗ്യാസ് ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് 4 മണി പലഹാരം നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ കഴിക്കാം. ഇതുപോലെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഞങ്ങളിന്ന് കഴിച്ചു. അപ്പം നിങ്ങളും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരു ശുഭരാത്രി ഞാൻ നേരുന്നു.